ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആളുകൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന അധികാരത്തിലേക്ക് അവർ കടന്നു പോകും. അവർക്ക് ഈ രാജ്യം നൽകുന്ന ഒരു ബഹുമതിയുണ്ട്, ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തെയും ആ പ്രൊട്ടക്ഷനെയും ഭേദിച്ചുകൊണ്ട് ഒരു ശത്രുവിനും അവരെ തൊടാൻ കഴിയത്തില്ല. മുമ്പ് അവർ സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ സാധാരണക്കാരല്ല. ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ പദവി അലങ്കരിക്കുന്ന വ്യക്തികളായി മാറി, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പദവി അലങ്കരിക്കുന്നതായതുകൊണ്ട് അവർക്ക് രാജ്യം ഒരുക്കുന്ന ഒരു പ്രൊട്ടക്ഷനുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് ദൈവം നൽകുന്നൊരു പ്രൊട്ടക്ഷനുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതന്മാരോട് ഞാൻ കൽപ്പിക്കും. അതുപോലെ തന്നെ നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. യഹോവയുടെ തീ നിനക്ക് മുൻപായി കടന്നു പോകുന്നു, അത് ചുറ്റുമുള്ള വൈരികളെ തകർത്ത് കളയുന്നു. മുൻപടയായി പിൻപടയായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടെന്ന് ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. എത്ര മഹത്തായ ഒരു വലിയ പ്രൊട്ടക്ഷനാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെടരുത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരുക്കുന്ന പ്രൊട്ടക്ഷനെ ഭേദിച്ചുകൊണ്ട് ആ പ്രശ്നം നിന്നെ തകർത്ത് കളയത്തില്ല, അത് നിന്നെ മുക്കിക്കളയത്തില്ല. അതുകൊണ്ട് ആ ഉറപ്പിന്മേൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ പദവികൾക്കായി, എല്ലാ സംരക്ഷണത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് കേൾക്കുന്നവരുടെ മേൽ ഒരു ഉറപ്പുണ്ടാകണമേ, അവരെ സന്ദർശിക്കണമേ, അവരുടെ ഹൃദയത്തിനകത്ത് വലിയ പ്രതീക്ഷയും വലിയ പ്രത്യാശയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.